കേന്ദ്ര സർക്കാരിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കൂട്ടമ്പുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. പിണൂർക്കുടി ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഭൂമികയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പരമ്പരാഗത ജൈവ കൃഷിയിലൂടെ പ്രകൃതിയുടെ സുസ്ഥിര നിലനിൽപ്പിന് ആധാരമായ അടിത്തറ ബലപ്പെടുത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെയും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും പരമ്പരാഗത കൃഷി അറിവുകൾ സംരക്ഷിച്ച് സുസ്ഥിര കൃഷിയിലൂടെ സാമൂഹിക സാമ്പത്തിക ഉന്നതി ലക്ഷ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് കിസാൻ മേള സംഘടിപ്പിച്ചത്. പിണൂർക്കുടി ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കിസാൻ മേള ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ആദിവാസി ഉന്നതികളിൽ ഒന്നായ പിണൂർക്കുടി, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായ ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വേദി എന്നുള്ളതും നമ്മുടെ പിണൂർക്കുടി തന്നെയാണ്. മറ്റ് വിവിധ ഉന്നതികളിൽ നിന്നുള്ള വളരെ പേരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് പരമ്പരാഗത ജൈവ കൃഷിയിലൂടെയും പ്രകൃതി കൃഷിയിലൂടെയും നമ്മുടെ നിലനിൽപ്പ് തന്നെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലാണ് കൃഷി വകുപ്പ് ഇത്തരമൊരു പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗം എൽദോസ് ബേബി അധ്യക്ഷത വഹിച്ചു. കിസാൻ മേളയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സ്കറിയ സെമിനാറിന് നേതൃത്വം നൽകി. മേളയിൽ ജൈവ ഉൽപാദന ഉപാധികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും പരമ്പരാഗത വനവാസി കലാരൂപങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു. ഊരുമൂപ്പൻ കുട്ടൻ ഗോപാലൻ, കൃഷി ഓഫീസർ MH ജസീന, ജില്ലാ കൃഷി ഓഫീസർ സഞ്ജു സൂസൻ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് പുള്ളിനാട്ട്, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാന്തി വെള്ളകയ്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ ചന്ദ്രൻ, കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.